മനോഹരമായി ഒഴുകുന്ന കാഞ്ഞാറിന്റെ തീരത്ത് മധുരം കനിയുന്ന ഒരു വീട്ടിലാണ് കേരളത്തിന്റെ ഹണിമാൻ എന്നറിയപ്പെടുന്ന പ്രൊഫസർ സാജൻ ജോസഫിന്റെ താമസം. തേനീച്ച വളർത്തലിൽ മാതൃകാപരമായ വിജയം നേടിയ ഇദ്ദേഹം മൂലമറ്റം സെയിന്റ് ജോസഫ്സ് കോളേജിലെ അധ്യാപകൻ കൂടിയാണ്. തേനീച്ചയെയും ചെറുതേനീച്ചയെയും വളർത്തുന്ന ഇദ്ദേഹത്തിന് ചെറുതേനീച്ചകളോടാണ് കൂടുതൽ പ്രിയം. ഇപ്പോൾ ഏകദേശം 250 ചെറുതേനീച്ച കൂടുകളും 70 വൻ തേനീച്ച കൂടുകളും ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. വർഷത്തിൽ 600 കിലോഗ്രാം വൻ തേൻ ലഭിക്കുന്നുണ്ട്. 1 കിലോഗ്രാം 200 രൂപയ്ക്ക് വിൽക്കുന്നു. ചെറുതേൻ 40 മുതൽ 50 കിലോഗ്രാം വരെ ഒരു വർഷം ലഭിക്കും. കിലോഗ്രാമിന് 1500 രൂപയ്ക്ക് വിൽക്കാൻ സാധിക്കും. ചെറുതേനീച്ച വളർത്തലിന് ആവശ്യം വേണ്ടത്ര കോളനികൾ ലഭ്യമാകുന്നില്ല എന്നതാണ് കേരളത്തിലെ തേനീച്ച കൃഷിക്ക് പ്രതികൂലാവസ്ഥ സൃഷ്ടിക്കുന്നത്. ഉള്ള കൂടുകൾ വിഭജിച്ച് കൂടുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നതാണ് ഇതിനുള്ള പരിഹാരം. കോളനി വിൽപ്പനയിലൂടെയും കർഷകന് നല്ല വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. ആദ്യമായി വിഭജിക്കേണ്ട കൂട് ഉളിയോ സ്ക്രൂ ഡ്രൈവറോ ഉപയോഗിച്ച് തുറക്കുക. അതിനുശേഷം അവയിൽ നിന്ന് പാതി മുട്ടയും പൂമ്പൊടിയും 2-3 തേൻകട്ടയും ശ്രദ്ധയോടെ പുതിയ കൂട്ടിലേക്ക് മാറ്റണം. റാണി ഈച്ച പഴയ കൂട്ടിൽ തന്നെ ഉണ്ടായിരിക്കണം. പുതിയ കൂട്ടിൽ റാണിമുട്ട ഉണ്ടാകുന്നത് നല്ലതാണ്. മുട്ടയെടുത്ത് വയ്ക്കുമ്പോൾ എല്ലാ പ്രായത്തിലുമുള്ള മുട്ടകൾ ഉണ്ടായിരിക്കുന്നതും നല്ലതാണ്. കൂട് തുറക്കുമ്പോൾ തന്നെ ഇത് നമുക്ക് മനസ്സിലാകും. തുറന്ന കൂടിന്റെ വാതിലിന്റെ അടുത്തുള്ളത് പൂമ്പൊടിയും അത് കഴിഞ്ഞ് കാണുന്നത് മുട്ടയും ഏറ്റവും പുറകിലായി തേനറയും എന്ന ക്രമത്തിലാണ് സംഭരിച്ചിരിക്കുന്നത്. പുതുതായി വിഭജിച്ച് എടുത്ത കൂട് അടച്ച് വിടവുകൾ മെഴുക് ഉപയോഗിച്ച് അടയ്ക്കുക. പ്രവേശനദ്വാരം പഴയ കൂടിരുന്ന അതേ ദിശയിലേക്കാക്കി അതേ സ്ഥലത്ത് വയ്ക്കുക. പഴയ കൂട് അവിടെ നിന്ന് എടുത്ത് മറ്റൊരിടത്തേക്ക് മാറ്റിവെക്കുക. 2 കൂടുകളും ആദ്യം കുറച്ച് ദിവസത്തേക്ക് ഉറുമ്പിൽ നിന്ന് സംരക്ഷിക്കണം. ഒക്ടോബർ, നവംബർ മാസങ്ങളാണ് കോളനി പിരിക്കാൻ ഏറ്റവും നല്ലത്. കേരളത്തിൽ തേനീച്ച വളർത്തലിന് ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥയാണുള്ളത്. അതിൻ്റെ പ്രധാനമായ കാരണം നമ്മുടെ ജൈവ വൈവിധ്യമാണ്. പണ്ട് മുതലേ കേരളത്തിൽ എല്ലാ വീടുകളിലും പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ ചെറുതേനീച്ചയെ വളർത്തിയിരുന്നു. മുളയുടെ തണ്ടിലോ മരക്കുറ്റിയിലോ തടിപ്പെട്ടിയിലോ മൺകലത്തിലോ എന്തിന് ചിരട്ടക്കൂടുകളിൽ വരെ നമ്മൾ കേരളീയർ ചെറുതേനീച്ചയെ വളർത്തിയിരുന്നു. ഇന്ന് തിരക്കുകൾ മൂലവും ലാഭക്കുറവ് മൂലവും പലപ്പോഴും നമ്മൾ ചെറുതേനീച്ചയെ ഗൗനിക്കാറില്ല. എന്നാൽ കേരളത്തിലെ സാഹചര്യത്തിൽ മനുഷ്യർക്ക് ഏറ്റവും ഭംഗിയായി വളർത്താവുന്ന ഒന്നാണ് ചെറുതേനീച്ച. ചെറുതേനീച്ചയെ എല്ലാവരും വളർത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് 3 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ചെറുതേനീച്ച കുത്തുന്നില്ല. കുത്താൻ കഴിയാത്ത സ്റ്റിങ്ലെസ് ബീസ് എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ഇവ കുത്തുന്നില്ലാത്തത് കൊണ്ട് സ്ത്രീകളാവട്ടെ കുട്ടികളാവട്ടെ പ്രായം ചെന്നവരാവട്ടെ ആർക്കും ഇവയെ അനായാസം കൈകാര്യം ചെയ്യാനായിട്ട് കഴിയും. രണ്ടാമത്തെ കാരണം, ഇവ കൂടുപേക്ഷിച്ച് പോകുന്ന പ്രവണത ഇവയ്ക്ക് നന്നേ കുറവാണ്. ഞൊടിയൽ തേനീച്ചയിൽ നല്ലൊരു ശതമാനം തേനീച്ചകളും മിക്ക കാലങ്ങളിലും കൂടുപേക്ഷിച്ച് പോകുമ്പോൾ ചെറുതേനീച്ച ഒരിക്കൽ നമ്മൾ കൂട്ടിൽ പിടിച്ചു വെച്ചാൽ വർഷങ്ങളോളം അവിടെ നിലനിൽക്കുന്നതായി കാണുന്നു. മൂന്നാമത്തെ കാരണം, ഇവയെ സംബന്ധിച്ചിടത്തോളം ഇവയെ വളർത്തുന്നതിന് ചിലവ് നന്നേ കുറവാണ്. ഞാൻ പറയും ഇതൊരു 0 ബഡ്ജറ്റ് കൃഷിയാണ്. അങ്ങനെ പറയാൻ കാരണം, 1 രൂപ പോലും മുടക്കാതെ ചെറുതേനീച്ചയെ വളർത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് സാധ്യമാണ്. ആവശ്യത്തിന് ശക്തി പ്രാപിച്ച കോളനികൾ വംശവർദ്ധനവിനായി സെറ്റു പിരിയാറുണ്ട്. ചെറുതേനീച്ചകൾ ഇഷ്ടപ്പെടുന്ന വിധം കൂടുകൾ തയ്യാറാക്കി അനുയോജ്യമായ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചാൽ പിരിഞ്ഞുവരുന്ന കോളനിയെ ആകർഷിക്കാൻ സാധിക്കും. കൂട് വിഭജനം നടക്കുമ്പോൾ മാതൃ കോളനിയിലാണ് റാണി ഉണ്ടാകേണ്ടത്. പുത്രി കോളനിയിൽ റാണിയില്ല.
റാണി വിരിയാൻ വേണ്ട മുട്ട ഇത്തരം കോളനിയിൽ ഇല്ലാതെ വന്നാൽ വേലക്കാരി ഈച്ചകൾ ധാരാളം റാണി അറകൾ നിർമ്മിക്കുകയും അവയിൽ ഭക്ഷണം നിറയ്ക്കുകയും ചെയ്യും. ഇത്തരം അറകളെ കപടറാണി അറകൾ എന്ന് വിളിക്കും. ഇത്തരം കൂടുകളിൽ മാതൃ കോളനികളിൽ നിന്നെടുത്ത റാണിമുട്ടയോ ഗൈനിയെയോ വച്ചുകൊടുത്താൽ ഈച്ചകൾ അവയെ സ്വീകരിച്ചുകൊള്ളും. മുളങ്കൂട്, മൺകലം, മൺചട്ടി, തടിപ്പെട്ടി, ചിരട്ടക്കൂട് തുടങ്ങിയവയിലൊക്കെ തേനീച്ച വളർത്താം. വണ്ണമുള്ള മുളയുടെ 2-3 മുട്ട് നീളത്തിൽ മുറിച്ചെടുത്ത് 2ആയി പിളർക്കുക. ഉൾഭാഗത്തുള്ള മുട്ടുകൾ എടുത്തു കളയുക. ഒരു ഭാഗം അടച്ചു വയ്ക്കുക. മറുഭാഗത്ത് പ്രവേശനദ്വാരം ഉണ്ടായിരിക്കണം. കീറിയ 2 വശങ്ങളും മെഴുക് തേച്ച് അടയ്ക്കുക. ഒരു കയർ കൊണ്ട് കെട്ടി ഷെഡുകളുടെ അരികിൽ മഴയും വെയിലും ഏൽക്കാതെ തൂക്കിയിട്ട് വളർത്താം. എല്ലാ കൂടും ഇതുപോലെ തന്നെയാണ് ഒരുക്കേണ്ടത്. ഒരു പ്രവേശനദ്വാരം നിലനിർത്തി ബാക്കിയുള്ളത് അടച്ച് മെഴുകു പുരട്ടുക. ചിരട്ടക്കൂടിന് കണ്ണൻ ചിരട്ടകൾ എടുത്ത് ഒരു പ്രവേശനദ്വാരം ഉണ്ടാക്കുക. ചിരട്ടയുടെ കണ്ണ് അടുത്ത ചിരട്ടയുടെ കണ്ണിനോട് ചേർത്ത് വയ്ക്കുക. മെഴുക് തേച്ചു പിടിപ്പിക്കുക. തേനിന്റെ സീസണിൽ 3ാമത് ഒരു ജോഡി ചിരട്ടകൾ കണ്ണും മൂടും തുളച്ച് ആദ്യം വെച്ച 2 ചിരട്ടകൾക്ക് നടുവിലായി സുഷിരങ്ങൾ ഒരേ ലൈനിൽ വരത്തക്ക വിധം ഒരു ഉറിയിൽ വെച്ച് അനുയോജ്യമായ സ്ഥലത്ത് സ്ഥാപിക്കുക. തേനെടുക്കാൻ നടുക്കുള്ള ചിരട്ട മാത്രം എടുത്താൽ മതിയാകും. അതിലായിരിക്കും തേൻ സംഭരിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ മൂലമറ്റത്തിനടുത്തുള്ള കാഞ്ഞാർ എന്ന സ്ഥലത്ത് താമസിക്കുന്ന ഒരു കർഷകനാണ് സാജൻ കെ ജോസ് എന്ന തേനീച്ച കർഷകൻ. ഇദ്ദേഹം തേനീച്ച കൃഷിയിലൂടെ നല്ല വരുമാനം സമ്പാദിക്കുകയും മറ്റ് കർഷകർക്ക് മാതൃകയാകുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 70ഓളം വൻ തേനീച്ചക്കൂടുകളും 250ഓളം ചെറു തേനീച്ചക്കൂടുകളും ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. ഇദ്ദേഹം ഏതാണ്ട് 600 കിലോഗ്രാമോളം തേൻ ഉൽപ്പാദിപ്പിച്ച് വിൽക്കുന്നുണ്ട്. തേനീച്ച കോളനികൾ വിഭജിച്ച് മറ്റ് കർഷകർക്ക് നൽകുകയാണെങ്കിൽ ഇത് തേനീച്ച കർഷകർക്കൊരു അധിക വരുമാനം ഉണ്ടാക്കാനാകുമെന്നും ഇദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ കർഷകർക്ക് തേനീച്ച കൃഷിയെപ്പറ്റി ക്ലാസ്സുകളെടുത്ത് നല്ല ബോധവൽക്കരണം നടത്തുന്നതിനും അതിലൂടെയും ഇദ്ദേഹം പ്രസിദ്ധനായിട്ടുണ്ട്. വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ചെറു തേനീച്ചക്കൂട്ടിൽ നിന്ന് തേനെടുക്കുന്നത്. മാർച്ച്, ഏപ്രിൽ മാസമാണ് തേനെടുക്കാൻ ഉത്തമം. നമ്മൾ തേനെടുത്തു കഴിഞ്ഞ് കുറച്ചുനാൾ കൂടി തേൻ ശേഖരിക്കാൻ തേനീച്ചകൾക്ക് സമയം ലഭിച്ചില്ലെങ്കിൽ പട്ടിണിക്കാലത്ത്, അതായത് വർഷകാലത്ത്, അവർക്ക് വേണ്ട കരുതൽ ശേഖരം ഇല്ലാതെ പോകും. കൂട് ഉയർത്തി നോക്കുമ്പോൾ ഭാരം കൊണ്ട് തേനുണ്ടോ എന്നറിയാൻ സാധിക്കും. ഭാരമുള്ള കൂടുകൾ മാത്രം തുറന്നാൽ മതിയാകും. തേൻ ശേഖരിക്കാനായി കൂടെടുത്ത് പുറം വൃത്തിയാക്കിയ ശേഷം കൂടിന്റെ പുറത്ത് ചെറുതായി തട്ടിക്കൊടുക്കുക. മിക്കവാറും ഈച്ചകൾ ഈ സമയത്ത് പുറത്തു ചാടും. അതിനുശേഷം കൂടെടുത്തുകൊണ്ട് കുറച്ചകലത്തേക്ക് മാറുക. കൂട് സാവധാനം തുറക്കുക. പെട്ടി തുറക്കുമ്പോഴും തേൻ എടുക്കുമ്പോഴും റാണിയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണം. ചെറുതേൻ ശേഖരിക്കുമ്പോൾ മുട്ടയും പൂമ്പൊടിയും ഒഴിവാക്കി എടുക്കുക. മുറിച്ചെടുത്ത തേൻകട്ടകൾ ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റുക. തേൻ എടുക്കുമ്പോൾ കൂട്ടിനുള്ളിൽ പൊട്ടിക്കിടക്കുന്ന തേൻ ആവുന്നത്ര കോരിയെടുക്കുക. ഇല്ലെങ്കിൽ ഈ തേനിൽ വീണ് ഈച്ചകൾ ചാകാനിടയാകും. ഒരു സ്റ്റീൽ ചരുവത്തിന് മുകളിൽ ഇഴ അകലമുള്ള തുണി വലിച്ചുകെട്ടി എടുത്ത തേൻകട്ടകൾ അതിലേക്ക് വയ്ക്കുക.
മറ്റൊരു പാത്രം കൊണ്ട് മൂടി 1-2 ദിവസം ചെറുവെയിലത്ത് വെച്ചാൽ തേൻ തനിയെ താഴേക്ക് ഊർന്നു വീഴും. ഇതരിച്ച് കുപ്പിയിലാക്കി വിപണനം നടത്താം. മെഴുക്, ഈച്ച, പൂമ്പൊടി, മുട്ട മുതലായവ തുണിയിൽ അവശേഷിക്കും. ഇത് ഒരു കാരണവശാലും പിഴിഞ്ഞെടുക്കരുത്. പിഴിഞ്ഞാൽ അതിലുള്ള ഈച്ച, മുട്ട, പൂമ്പൊടി എല്ലാം തേനിൽ കലരുകയും പെട്ടെന്ന് തേൻ കേടാകുകയും ചെയ്യും. തേൻ നമ്മൾ മുറിച്ചെടുക്കുമ്പോൾ അതിനുള്ളിൽ പൂമ്പൊടിയുടെ അറകൾ കാണുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ അതിനകത്ത് നിന്ന് ചെറിയൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് പൂമ്പൊടി അറകൾ നീക്കം ചെയ്യേണ്ടതാണ്. അത് തിരികെ കൂട്ടിലേക്ക് വെച്ചാൽ തേനീച്ചയെ സംബന്ധിച്ചിടത്തോളം വളരെ ഉപകാരമായിരിക്കും. കാരണം തേനീച്ചയുടെ കുഞ്ഞുങ്ങൾക്ക് വളരാൻ ആവശ്യമായ മാംസ്യാഹാരം അവയ്ക്ക് ലഭിക്കുന്നത് പൂമ്പൊടിയിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ ചില അവസരങ്ങളിൽ മുട്ടകളും നമ്മൾ എടുക്കുന്ന തേനിനോട് കൂടി വന്നിട്ടുണ്ടെങ്കിൽ അതും തിരികെ കൂട്ടിൽ വെച്ച് കൊടുക്കേണ്ടതാണ്. ചെറുതേനിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഒട്ടനവധിയായ ഔഷധ മൂല്യങ്ങളുണ്ട്. വളരെ ചെറിയ ചെടികളുടെ പൂക്കളിൽ നിന്ന് പോലും തേൻ എടുക്കുന്നതിന് ഇവയുടെ ശരീര വലിപ്പം കുറവുള്ളതുകൊണ്ട് ഇവയ്ക്ക് സാധ്യമാവും. വൻ തേനീച്ചകൾക്കും മറ്റിനം തേനീച്ചകൾക്കും കടന്നു കയറി ചെല്ലാൻ കഴിയാത്ത ഇനം പൂക്കൾക്കുള്ളിലും കടന്നു ചെല്ലാൻ ചെറുതേനീച്ചയ്ക്ക് കഴിയുന്നത് കൊണ്ടാണ് ചെറുതേനിന് എല്ലാ പൂക്കളിൽ നിന്നും ഔഷധ ഗുണമുള്ള തേൻ എടുക്കാനായിട്ട് കഴിയുന്നത്. മാത്രമല്ല, ചെറുതേനീച്ച അതിൻ്റെ തേൻ സംഭരിച്ച് സൂക്ഷിച്ചു വെക്കുന്നത് മരങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന പശയും മെഴുകും ചേർന്നൊരു മിശ്രിതം കൊണ്ടുണ്ടാക്കുന്ന തേനറകൾക്കുള്ളിലാണ്. ഈ പശയിൽ നിന്നും നേരിയൊരു ശതമാനം ഔഷധ ഗുണം തേനിനുള്ളിലേക്ക് കലരുന്നുണ്ടാകാം. മൂന്നാമത്, തേനീച്ച അവ കുടിച്ചു വയ്ക്കുന്ന തേനിലേക്ക് അവയുടെ ദഹനരസങ്ങളും കലരുന്നുണ്ടാവും. ഈ ദഹനരസങ്ങളും ചെറുതേനിന് ഔഷധ ഗുണം കൂടുന്നതിന് കാരണമായേക്കാം. ചെറുതേനീച്ചയിൽ നിന്ന് വ്യത്യസ്തമായാണ് വൻ തേനീച്ച അല്ലെങ്കിൽ ഞൊടിയൽ തേനീച്ചകൾ തേൻ സംഭരിക്കുന്നത്. കൂട് തന്നെ 4 അറകളായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏറ്റവും താഴെയുള്ള അറയിലെ തേൻ എടുക്കാറില്ല. അതിലാണ് റാണി ഈച്ച മുട്ടയിടുന്നത്. ഹെക്സഗൺ ആകൃതിയിലുള്ള അറകൾ നിർമ്മിച്ച് അതിലാണ് തേൻ ശേഖരിക്കുന്നത്. ഹണി എക്സ്ട്രാക്ടർ ഉപയോഗിച്ച് തേൻ ശേഖരിക്കുന്നു. തേൻ എടുത്ത ശേഷം അറ കേടുകൂടാതെ തിരികെ പെട്ടിയിൽ വെച്ച് അടയ്ക്കുന്നു. 10-15 ദിവസം കഴിയുമ്പോൾ വീണ്ടും തേൻ എടുക്കാറാകും. എടുത്ത തേൻ ചെറിയ വെയിലത്ത് വെച്ച് ചൂടാക്കി സൂക്ഷിക്കുന്നു. സെപ്റ്റംബർ-ഒക്ടോബർ മാസത്തിൽ സെറ്റ് തിരിച്ച് കോളനി ഉണ്ടാക്കണം. റാണിയോടുകൂടി ഈച്ചയെ മാറ്റി സ്ഥാപിക്കണം. അപ്പോൾ പഴയ പെട്ടിയിൽ പുതിയ റാണി ഉണ്ടായി 2 കോളനിയാകും. തേനെടുത്തു കഴിഞ്ഞാൽ റാണിമുട്ട പരിശോധിക്കണം. കൂടുതൽ റാണിമുട്ട ഉള്ളത് നുള്ളിക്കളയുക എന്നത് സെറ്റ് പിരിഞ്ഞു പോകാതിരിക്കാൻ നല്ലതാണ്. ഒരു കോളനിയുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും റാണിയുടെ സാന്നിധ്യം ആവശ്യമാണ്. വൻ തേനീച്ചകളാണെങ്കിൽ വേലക്കാരി ഈച്ചകൾ പിറക്കേണ്ടിയിരുന്ന അറകൾ വലുതാക്കി അതിലെ ലാർവയ്ക്ക് പ്രത്യേക ഭക്ഷണം നൽകി അവയിൽ നിന്ന് റാണിയെ സൃഷ്ടിച്ചെടുക്കും. വേലക്കാരി ഈച്ചയുടെ തലയിലുള്ള ഹൈപ്പോഫാരിൻ ജെൽ ആൻഡ് മാൻഡിബുലാർ ഗ്ലാൻഡിൽ നിന്നുള്ള സ്രവം കൂടുതലായി നൽകിയാണ് റാണി ഈച്ചയെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ ജെല്ലി കഴിക്കുന്നതുകൊണ്ട് റാണിക്ക് വലിപ്പം, ആയുസ്, കഴിവ്
കോടിക്കണക്കിന് മുട്ടയിടാനുള്ള കഴിവ് ഇവ ലഭിക്കുന്നു. ഈ രീതി ചെറുതേനീച്ചയ്ക്ക് സാധ്യമല്ല. കാരണം ഇവിടെ മുട്ട വിരിഞ്ഞ് പുറത്തു വരുന്നതുവരെയുള്ള ആഹാരം ഒന്നിച്ചു നിറച്ച് അറ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇണചേരാത്ത റാണി അഥവാ ഗൈനി കൂട്ടിലുണ്ടെങ്കിൽ അവയെ റാണിയാക്കുകയോ റാണിമുട്ടയുണ്ടെങ്കിൽ വിരിയിച്ചെടുക്കുകയോ ആണ് സാധാരണയായി ചെയ്യുന്നത്. ഏതായാലും റാണി കൂട്ടിലില്ലെങ്കിൽ ക്രമേണ കൂട്ടിൽ ഈച്ച പിരിഞ്ഞുപോയി നശിക്കും. പരമ്പരാഗതമായ രീതിയും കേട്ടറിവും വെച്ചാണ് നമ്മൾ ചെറുതേനീച്ചയെ വളർത്തുന്നത്. അല്ലെങ്കിൽ പലപ്പോഴും ചെറുതേനീച്ചയെ വളർത്തുമ്പോൾ നമ്മൾ അനുവർത്തിക്കുന്നത് വൻ തേനീച്ചയെ വളർത്തുന്ന അതേ രീതി തന്നെയാണ്. എന്നാൽ പ്രാഥമികമായി വൻ തേനീച്ചയും ചെറുതേനീച്ചയും തമ്മിൽ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. വൻതേനീച്ച നിയതമായ ആകൃതിയുള്ള റാഗലുകൾ ഉണ്ടാക്കി അവയിലാണ് മുട്ടയിടുന്നതും തേൻ ശേഖരിക്കുന്നതും പൂമ്പൊടി ശേഖരിക്കുന്നതും. അതുകൊണ്ട് തന്നെ കൃത്യമായ വലിപ്പമുള്ള കൂടുകളിൽ മാത്രമേ നമുക്ക് ഞൊടിയൽ തേനീച്ചയെ അഥവാ വൻ തേനീച്ചയെ നമുക്ക് വളർത്താനായിട്ട് കഴിയുള്ളൂ. ചെറുതേനീച്ചയെ സംബന്ധിച്ചിടത്തോളം അവ മുട്ടയിടുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ക്ലസ്റ്റർ ടൈപ്പാണ്. കൂട്ടങ്ങളായി മുന്തിരിക്കൊല പോലെ മുട്ടയിടുന്നത് കൊണ്ട് ഏത് ആകൃതിയുള്ള പെട്ടിയിലും നമുക്ക് ഇവയെ വളർത്താനായിട്ട് കഴിയും. ശുദ്ധമായ മെഴുകുകൊണ്ടുണ്ടാക്കിയ അറയിലാണ് ഞൊടിയൽ തേനീച്ചകൾ അവയുടെ റാഗൽ ഉണ്ടാക്കുന്നതും അതിനകത്താണ് തേനും പൂമ്പൊടിയും സംഭരിക്കുന്നതും മുട്ടയിടുന്നതും. എന്നാൽ ചെറുതേനീച്ചയെ സംബന്ധിച്ചിടത്തോളം അവയുടെ കൂടിൻ്റെ നിർമ്മിതി, അവയുടെ വേലക്കാരി ഈച്ചയുടെ ശരീരത്തിൽ നിന്ന് സ്രവിക്കുന്ന മെഴുകും പ്രകൃതിയിലെ മരങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന പശയും ചേർന്നൊരു മിശ്രിതം, സെറുമൻ എന്ന് പറയും. ഇത്തരം ഒരു മിശ്രിതം കൊണ്ടാണ് അവയുടെ കൂടുണ്ടാക്കുന്നത്, തേനറയുണ്ടാക്കുന്നത്, മുട്ടയറയുണ്ടാക്കുന്നത്, പൂമ്പൊടി അറയുണ്ടാക്കുന്നത്, കൂടിൻ്റെ പൂർണ്ണമായ നിർമ്മിതിയും. ഇവിടെ മറ്റൊരു വ്യത്യാസം, ഇണ ചേർന്ന് വരുമ്പോൾ സാധാരണഗതിയിൽ ഞൊടിയൽ തേനീച്ചയെ സംബന്ധിച്ച് അവ ഒന്നിലധികം ആണീച്ചകളുമായി ഇണചേരുന്നു. എന്നാൽ ചെറുതേനീച്ചയെ സംബന്ധിച്ചിടത്തോളം അവ ഒരു ആണീച്ചയുമായി മാത്രമേ ഇണചേരുന്നുള്ളൂ. ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ഈ റാണിയീച്ച ഞൊടിയൽ തേനീച്ചയിലും ചെറുതേനീച്ചയിലും ഇണചേരുന്നുള്ളൂ. ഇണചേർന്ന് കൂട്ടിലേക്ക് വരുന്ന തേനീച്ച പിന്നീട് 2-3 ദിവസത്തിനകം റാണിയീച്ച മുട്ടയിടാൻ തുടങ്ങും. ഞൊടിയൽ തേനീച്ചയിൽ അത്യാവശ്യ ഘട്ടങ്ങളിൽ റാണി ഈച്ചയ്ക്ക് പറക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ കൂടുപേക്ഷിച്ച് പോകാൻ ഇവയ്ക്ക് കഴിയും. എന്നാൽ ചെറുതേനീച്ചയെ സംബന്ധിച്ചിടത്തോളം കൂട്ടിലേക്ക് തിരികെ എത്തി മുട്ടയിടാൻ തുടങ്ങിയാൽ പിന്നെ റാണി ഈച്ചയ്ക്ക് ഒരിക്കലും പുറത്തേക്ക് പറക്കുന്നില്ല, പറക്കാനുള്ള കഴിവ് അവയ്ക്കില്ല. പണ്ട് മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് തേൻ ശേഖരിച്ചിരുന്നപ്പോൾ തേനീച്ചയ്ക്കും കൂടിനും പിന്നെ എന്ത് സംഭവിക്കുന്നു എന്ന് ശ്രദ്ധിച്ചിരുന്നില്ല. തീവച്ചും കൂട് നശിപ്പിച്ചുമൊക്കെയാണ് തേൻ സംഭരിച്ചിരുന്നത്. സ്വാദിഷ്ടമായ ഒരു പാനീയവും ആരോഗ്യപ്രദമായ ഒരു ദിവ്യ ഔഷധവും നമുക്ക് നൽകുന്ന ഈ ജീവികളെ പരിപാലിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. തേനീച്ചകളെ നശിപ്പിക്കാതെ തേനെടുത്താൽ വീണ്ടും ആ കൂട്ടിൽ നിന്ന് തേൻ ശേഖരിക്കാൻ സാധിക്കുമെന്ന് മനുഷ്യർ മനസ്സിലാക്കി. ഈ തിരിച്ചറിവും താൽപ്പര്യവുമാണ് തേനീച്ചകളെ വളർത്താനും പരിപാലിക്കാനും അത് വ്യാവസായിക അടിസ്ഥാനത്തിലാക്കാനും ഒക്കെ മനുഷ്യന് സാധിക്കുന്നത്.